വിഷയത്തിലേക്ക് ആരോപണ വിഷയം അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം വഖ്തഖറ ബികൗനിഹി വാലിദാ വസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ വകാന ഫീ സുൽബി ഇബ്രാഹീം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹുബുഹാ മുഹമ്മദാ. ആദം നബി, അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള ഈ പ്രധാനപ്പെട്ട 2-3 പ്രവാചകന്മാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത സംഭവമാണ് ഈ പറയുന്നത്. ആദം നബി തവസ്സുൽ ചെയ്ത ആളാണിത്. ആ തവസ്സുൽ ചെയ്ത ആളുടെ വാപ്പ ഞാനായല്ലോ എന്ന നിലക്ക് ആദം നബി പത്രാസ് പ്രകടിപ്പിക്കുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാമും തവസ്സുൽ ചെയ്തു. അങ്ങനെ ഹലാക്കിൽ നിന്നും നാശത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. ഇബ്രാഹിം നബിയുടെ മുതുകിലായിരുന്നു പിന്നീട് നബി. ഹീന ഉൽഖിയ ഫിന്നാർ, തീയിലിടപ്പെടുന്ന ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ മുതുകിൽ തങ്ങളുണ്ട്. ഫഅദ, അതുകൊണ്ട് ഫഅദ വസ്വാറ ലഹുബുഹാ മുഹമ്മദാ, ഇബ്രാഹിം രക്ഷപ്പെടേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട്, ഇബ്രാഹിം രക്ഷപ്പെടേണ്ടത് എന്തിനാണോ ആ തിരുവൊളിവിനെ വഹിച്ചിട്ടുള്ള പേടകമായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്താൻ തീയിനെ ശമിപ്പിച്ചു. അങ്ങനെ അതിൻ്റെ തീയ്, അതിൻ്റെ ആളിക്കത്തലൊക്കെ അടങ്ങി പൊലിഞ്ഞുപോയി. ഇതിപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല മദ്ഹ. ആദ്യം സൃഷ്ടിച്ചത് നബിയുടെ ഒളിവ്, പിന്നീട് അവസാനം പ്രപഞ്ച ലോകത്തേക്ക് കൊണ്ടുവരുന്നത് മുഖത്തോടുകൂടെയുള്ള സുന്ദര മുഖത്തോടുകൂടെയുള്ള നബി. അങ്ങനത്തെ നബി, മനുഷ്യവർഗത്തിന്റെ പിതാവ് ആദം അലൈഹിസ്സലാം എന്ന ആദ്യ പിതാവ് തവസ്സുൽ ചെയ്തയാളാണ്. ഒരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യ മുർസലായ നൂഹ് നബി രക്ഷപ്പെട്ടത് അവിടത്തെ സഹായം തേടിയതുകൊണ്ടും അവിടത്തെ തവസ്സുൽ ചെയ്തതുകൊണ്ടുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ തീ രക്ഷയായിട്ട് ഭവിച്ചത് ആരംഭ നബി മൂലമാകുന്നു. ഈ വസ്തുതകൾ നബിയെ പ്രകീർത്തിക്കുന്നതിൽ ഏറ്റവും മുന്തിയ പ്രകീർത്തനാണ്. പക്ഷെ ഇത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് പറയുന്നത്. എത്ര തവണ ഇത് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്ത സംഭവം ഇമാം ഹാക്കിം നിവേദനം ചെയ്ത സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണ്. നമ്മൾ 1000 തവണ ഇസ്തിശ്ഫാഇന്റെ വിഷയത്തിൽ എല്ലാപ്പോഴും എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും ഒക്കെ പറയാറുണ്ട്. അപ്പൊ ആദം നബി അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്തു എന്നത് ഹാക്കിം നിവേദനം ചെയ്തിട്ട്, ബൈഹഖി നിവേദനം ചെയ്തിട്ട് സ്വഹീഹായ സനദെന്ന് ആ സനദിനെ കുറിച്ച് പ്രഖ്യാപിച്ച ഹദീസിലുള്ളതാണ്. അപ്പൊ ആരം നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തു ആദം നബി, അതുമൂലം രക്ഷപ്പെട്ടു. അതുമൂലം രക്ഷപ്പെട്ടു പറയുമ്പോൾ കുറച്ച് പ്രയാസമുള്ളൂ. ഖുർആനിൽ റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നാണ് ഖാല ആദം നബി ഹവ്വാ ബിവിയും പറഞ്ഞത്. അതിന്റെ പേരിൽ രക്ഷപ്പെട്ടു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ട് അതിനെതിരാണ് നബിനെ കൊണ്ട് തവസ്സുൽ ചെയ്തിട്ട് രക്ഷപ്പെട്ടു എന്ന്. ഇതുവരെ ആയത്തൊന്ന് സംബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിട്ടാണ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അല്ലാഹു തആല പറയുന്നത് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്ന് പിടിച്ചെടുത്തു. കലിമാത്തിൻ, ഏതാനും വാക്യങ്ങൾ ആദം നബി അലൈഹിസ്സലാം പിടിച്ചെടുത്തു. ഒരു 3 വാക്യമെങ്കിലും പ്രയോഗത്തിന്റെ നില അനുസരിച്ച് വേണം. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ എന്ന് അല്ലാഹു തആല പറയുന്നത് അർത്ഥവത്താകണമെങ്കിൽ വളരെ ചുരുങ്ങിയത് 3 കലിമത്തുകളെങ്കിലും വേണം. അതിലൊരു കലിമത്താണ് റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു, നീ പൊർത്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെടും കേട്ടോ, പൊറുക്കണേ എന്ന് തേടിയത്. ഇത് തൗബയുടെ പശ്ചാത്താപത്തിന്റെ ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള പ്രാർത്ഥനയാണ്, മനസ്സറിഞ്ഞ പ്രാർത്ഥന. ഇതൊരു കലിമത്താണ്. ഈ ഒരൊറ്റ കലിമത്ത് അല്ലാഹു തആല ഉപയോഗിച്ചത് കൊണ്ട് ചുരുങ്ങിയത് 3 കലിമത്തെങ്കിലും ആദം നബി അലൈഹിസ്സലാം പിടിച്ചെടുത്തു എന്ന് അല്ലാഹു പറഞ്ഞ ആ കലിമത്തിൽ 2 വേറെ കിട്ടണ്ടേ? നന്ന ചുരുങ്ങിയത് 2 10 വരെ പോകാം. കലിമാത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 കലിമത്തുകൾ വരെ പോകാവുന്ന കലിമത്തുകൾ അല്ലാഹുവിൽ നിന്ന് ആദം നബി പിടിച്ചെടുത്തു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു കലിമത്താക്കി പിടിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ്, അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദ്, മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് ഇല്ലാമാ വസർതലി, എനിക്ക് പുറത്തു തന്നെ തരണം പടച്ചോനെ എന്ന് ആദം നബി അലൈഹിസ്സലാം ഇഖ്സാമിന്റെ സബീൽ ആണയിട്ട രീതിയിൽ ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തു പ്രാർത്ഥിച്ചു. അപ്പൊ അല്ലാഹു മുഹമ്മദിനെ എവിടുന്നേ കിട്ടിയെന്ന് ചോദിച്ചു.
അങ്ങനെ അർശിന്റെ തൂണുമ്മ കണ്ടിട്ട് കിട്ടിയതാണ്. അപ്പം നിന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരല്ലാതെ നീ ചേർക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട ഹൽക്ക് മുഹമ്മദാണെന്ന് മനസ്സിലാക്കിയാണ് ഞാനിങ്ങനെ അത് കണ്ട് തവസ്സുൽ ചെയ്ത് എന്ന് പറഞ്ഞ്. ശരിയാണ്, അവരെന്റെ സൃഷ്ടിയാണ്, ഏറ്റവും വിരിശപ്പെട്ട സൃഷ്ടി. ലൗലാഹുമാ ഖലഖ്തുക, ആ മുഹമ്മദ് ഇല്ലെങ്കിൽ, ആ മുഹമ്മദ് വരാൻ നിശ്ചയമില്ലെങ്കിൽ, ആ മുഹമ്മദിന്റെ ബാപ്പയാകാൻ നിയോഗമില്ലെങ്കിൽ നിന്നെ ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നുവെന്ന് അല്ലാഹു തആല പറഞ്ഞുവെന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകം ഹാക്കിം നിവേദനം ചെയ്ത ഹദീസ്. ഹാക്കിം നിവേദനം ചെയ്ത ഹിജ്റയുടെ 400 തൊട്ട് ഇന്ന് വരെയും നമ്മുടെ മുഹദ്ദിസുകൾ ഉദ്ധരിച്ചു വരുന്ന ഹദീസാണ്. നമ്മുടെ ഫുഖഹാ ഫിഖ്ഹിന്റെ മസലകൾ വിവരിക്കുമ്പോൾ പോലും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ സ്വഹീഹായ ഹദീസ് എന്ന് ഹദീസിന്റെ പണ്ഡിതന്മാർ നിരൂപിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തവർ തന്നെ ഒരു നിരൂപകനാകുമ്പോൾ ആ നിരൂപകൻ നിരൂപിച്ചിട്ട് സ്വഹീഹായ സനദുള്ള ഹദീസ് എന്ന് പറഞ്ഞതിൽ ആദം നബി തവസ്സുൽ ചെയ്തതുണ്ട്. ആദം നബി തവസ്സുൽ ചെയ്തിട്ട് രക്ഷപ്പെട്ടത് അതുകൊണ്ട് സമ്മതിക്കാം. വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ വകാന ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേടകൻ രക്ഷപ്പെട്ടതും അള്ളാഹുവിന്റെ റസൂൽ മൂലം കിട്ടിയ സഹായമാണ്. അള്ളാഹുവിന്റെ റസൂൽ മൂലം കിട്ടിയതാകുന്നു. അതാണ് ഇപ്പൊ ഇതിലെ ആശയം. വസ്തഗാസ ബിഹി എന്ന് പറയുമ്പോൾ പേടിച്ചൊന്നും വേണ്ട. വസ്തഗാസ ബിഹി ആദം നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സഹായം തേടി. അള്ളാന്റെ റസൂലിനെ കൊണ്ട് സഹായം തേടിയിട്ട് സകല പ്രവാചകന്മാരും വന്നിട്ടുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല തഫ്സീറുകളിലുമുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയുള്ളവർ രക്ഷപ്പെട്ടതിന്റെ കാരണവും ആരംഭ നബിയുടെ തിരുവൊളിവാണെന്നും ആരംഭ നബി മൂലമാണെന്നും ചരിത്രഗ്രന്ഥന്മാരും ഇമാമുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം ഖസ്ത്വല്ലാനി തന്റെ മവാഹിബിൽ ആദം നബിക്ക് രക്ഷപ്പെട്ടതും ഇബ്രാഹിം നബി രക്ഷപ്പെട്ടതും നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിമിത്തമാകുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മുഫസ്സിറുകളെല്ലാം രേഖപ്പെടുത്തിയതിൽ വസ്തഗാസ ബിഹി നൂഹുൻ എന്ന് തന്നെ മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ട്. ആ മുഫസ്സിറുകൾ എഴുതിയതാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്നത് എന്ന് നബിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഉദാഹരണമായി അത്തവസ്സുൽ എന്ന അബു മർസൂഖ് എന്നവരുടെ കിതാബ് നോക്കിയാൽ അതിൻ്റെ 187 പേജിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങളിതൊക്കെ ഉദ്ധരിച്ചു വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിധം മങ്കൂസ് മൗലിദിന്റെ രചയിതാവിനും അതിനു മുൻപുള്ള മൗലിദുകളുടെ രചയിതാക്കൾക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നൂഹ് നബി സഹായം തേടിയിട്ട് രക്ഷപ്പെട്ടുവെന്നും ഇബ്രാഹിം നബി അള്ളാന്റെ റസൂലിന്റെ മുതുക് പേറിയതുകൊണ്ട് റസൂലിന്റെ ഒളിവ് പേറിയതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടുവെന്നും പറയുന്നതിന് പന്തികേടൊന്നുമില്ല. ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ അത് ഉറപ്പല്ലേ. ആദം നബിന്റെ ശേഷം നൂഹ് നബിന്റെ മുതുകിലാണ് അള്ളാന്റെ റസൂലിന്റെ ഒളിവ് വന്നതെങ്കിൽ ഈ ഒളിവും പേറി നിൽക്കുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ആ ഒളിവ് മറ്റൊന്നിലേക്ക് പോകാതെ ഇതൊരിക്കലും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മരണം ഉണ്ടാവില്ല. ഇതങ്ങനെയാണ് പ്രവാഹം. അള്ളാന്റെ റസൂലിന്റെ ഒളിവ് പോരാതെ നൂഹ് നബിയുടെ മരണം ഉണ്ടാവില്ല. സൃഷ്ടിപ്പിന്റെ രഹസ്യം നമുക്ക് അടിസ്ഥാനപരമായി മതത്തിൽ നിന്ന് കിട്ടിയാൽ ആ വ്യവസ്ഥിത പ്രകാരമുള്ള ഒഴുക്ക് അനുസ്യൂതം ആബായിൽ നിന്ന് പിതാക്കളിൽ നിന്ന് മാതാക്കളിലൂടെ ഒഴുകുന്നത് ബീജങ്ങളിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നൂഹ് നബിന്റെ മുതുകിൽ കിടക്കുന്ന ബീജത്തിലും ഇബ്രാഹിം നബിന്റെ മുതുകിൽ കിടക്കുന്ന ബീജത്തിലും അള്ളാഹുവിന്റെ റസൂൽ എന്ന അവരുടെ ഓമന പുത്രന്റെ ബീജമുണ്ടല്ലോ, ആ ബീജം അതിന്റെ സ്ഥാനത്തേക്ക് ചലിക്കാതെ ഈ 2 പ്രവാചകന്മാർ മരിക്കൂല. തീയിലിട്ടിട്ട് കാര്യമല്ല, തീയിലിട്ടാലും മരിക്കൂല. അപ്പൊ നബിയുടെ ഒളിവ് ആഖിർസമാനിൽ പടക്കാൻ പോകുന്ന നബിയുടെ ഒളിവ് പേറുമ്പോ ആ നബിയുടെ ഒളിവ് പേറിക്കൊണ്ടിരിക്കുന്ന ആളെന്ന നിലക്ക് തന്നെ രക്ഷപ്പെട്ടു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് മനസ്സിലാക്കുന്നതിൽ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ വ്യവസ്ഥ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ അർത്ഥത്തിലും ശങ്കിക്കേണ്ടതില്ല. റിവായത്ത് തന്നെ വന്നിട്ടുണ്ടെന്നും ഇമാമുകൾ രേഖപ്പെടുത്തിയതെന്നും പഠിച്ചാൽ മങ്കൂസും അതിനെതിരെ ചാടി വീഴേണ്ടതുമില്ല.